ഹലോ വെൽക്കം ടു ഫാഷൻ ഫസി. അപ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ സ്റ്റിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രോൾ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ സ്റ്റിച്ച് ബോർഡിൽ എംബ്രോയ്ഡറി റിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ചെയ്യാൻ കംഫർട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ 6 നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യമേ മുന്നേ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ നീഡിൽ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ നീഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ബിഗ് സൈസാണ്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ 4 സൈസ് നീഡിൽ മിസ്സായി പോയിട്ടോ. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അത് മിസ്സായി പോയി. കുറേ നോക്കി കിട്ടിയില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും കംഫർട്ടബിൾ അല്ല ഇത് കേട്ടോ. അപ്പോൾ നമ്മളിതാ മുന്നത്തെ സ്റ്റിച്ച് ത്രെഡിന് കളറ് കുറവാണെന്ന് പറഞ്ഞ കാരണം ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു മുന്നേ നമ്മൾ ചെയ്ത കോറൽ സ്റ്റിച്ച്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതായി മേലത്തെ ആ പോർഷൻ ഉണ്ടല്ലോ നീഡിലിൻ്റെ, അതിന് ഇങ്ങനെ ചുറ്റുക ചെയ്യുന്നത് കേട്ടോ. മേലെ കൂടി എടുത്ത് താഴെ കൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നീഡിലിൽ നമ്മൾ വലിച്ചു കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നീഡിലിൻ്റെ മേലെ കൂടി എടുത്ത് താഴെ കൂടെ കണ്ടില്ലേ, അങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ നീഡിലിൽ നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ച് കണ്ടില്ലേ, നമ്മൾ നീഡിലിൻ്റെ ആ താഴത്തെ പോർഷൻ്റെ താഴെ കൂടി ത്രെഡിനെ എടുത്തു. എന്നിട്ട് മേലത്തെ പോർഷൻ്റെ താഴെ കൂടെ ചുറ്റി. ഒന്നുകൂടെ കാണിച്ചു തരാം. നീഡിലിൻ്റെ താഴത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ കൂടെ നമ്മൾ ത്രെഡിനെ എടുത്ത് മേലത്തെ പോർഷൻ്റെ താഴെ കൂടെ ചുറ്റി കൊടുത്തു. എന്നിട്ട് നീഡിലിനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുന്നേ കോറൽ സ്റ്റിച്ച് മേലത്തെ പോർഷനിൽ മാത്രം ചുറ്റി കൊടുക്കായിരുന്നല്ലോ. സ്ക്രൂവിലൊന്ന് കുടുങ്ങിയിട്ടുണ്ട്, അതൊന്ന് നോക്കി ആക്കി എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത് നല്ലോണം വലിച്ച് മുറുക്കരുത്. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി അവിടെ നഷ്ടപ്പെടും കേട്ടോ. ആ ഒരു സ്ട്രക്ചർ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. വീണ്ടും നമ്മളിതാ ലൈനിൽ താഴ്ത്തി കൊടുക്കുക, അവിടെ തന്നെ പൊക്കിയെടുക്കുക കേട്ടോ നീഡിൽ. എന്നിട്ട് നീഡിലിൻ്റെ താഴത്തെ പോർഷൻ്റെ താഴെ കൂടെ ത്രെഡ് എടുക്കുക. എന്നിട്ട് മേലത്തെ പോർഷൻ്റെ താഴെ കൂടെ എടുത്ത് അങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നീഡിൽ വലിക്കുക കേട്ടോ. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. കണ്ടില്ലേ, ആ ലൈനിൽ താഴ്ത്ത തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നീഡിലിനെ പൊക്കിയെടുക്കുക കേട്ടോ. അധികം ഗ്യാപ്പ് വരരുത്. എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി നമ്മുടെ മുന്നത്തെ കുറേ സ്റ്റിച്ച് പോലെ തന്നെയാണ്. അത് ചുറ്റുന്ന ഒരു മെത്തേഡിലൊരു മാറ്റമാണ് കേട്ടോ. പക്ഷേ സ്റ്റിച്ച് കാണാൻ നല്ല മാറ്റം വരുന്നുണ്ട് രണ്ട് സ്റ്റിച്ചും തമ്മിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ലൈൻ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ക്ലാസ് ഇടാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്യാരിങ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒക്കെ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി മാക്സിമം നമ്മൾ എല്ലാ ക്ലാസ്സും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് കമൻ്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എന്താ ഇടാത്തതെന്ന്. അപ്പോൾ വെരി സോറി കേട്ടോ, എനിക്ക് പറ്റായിട്ടായിരുന്നു. പിന്നെ നിങ്ങൾ ക്ലാസ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്തു. ആ ഒരു ലൈനിൽ തന്നെ നമ്മളിതാ നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോറൽ സ്റ്റിച്ച് വരുന്ന പോലെ തന്നെയാണ് ഈ സ്റ്റിച്ചിൻ്റെ റോങ് സൈഡ് വരുന്നത് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടെ അടുപ്പിച്ചിട്ടാണ് ആ ഓരോ സ്റ്റിച്ചുകൾ വന്നിട്ടുള്ളതെന്നുള്ള മാറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വലിയ നീഡിലോട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും കംഫർട്ടല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട് സ്റ്റിച്ചിൽ. എങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നിങ്ങൾ നീഡിലൊക്കെ ഒന്ന് എക്സ്ട്രാ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും, ഇങ്ങനെ പെട്ടെന്ന് മിസ്സാവുകയൊക്കെ ആണെങ്കിൽ. ഇനി ഇതിപ്പോൾ ഞാനൊരു ഡിസൈനിലോട്ട് ചെയ്ത് കാണിച്ചു തരുന്നില്ല കേട്ടോ. വേറെ ഒന്നും അല്ല, ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ സ്റ്റിച്ച് ഏകദേശം മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ വർക്കിലൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കൂടുതൽ പേര് നമ്മുടെ ഒരു വീഡിയോസ് ഏകദേശം നമ്മൾ ഈ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്ന അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വ്യൂ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്ര കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതാണ് കേട്ടോ.
എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കേട്ടോ. ആ ഒരു സ്റ്റേജിലോട്ട് പോവാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലാണ്ട് ഇങ്ങോട്ട് എഫേർട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ആണെങ്കിലും അധികം കൂടുതൽ ആളുകളും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന അത്ര തന്നെയാണ് വീഡിയോസ് കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മനസ്സിലായതുകൊണ്ടായിരിക്കും വീണ്ടും കാണാത്തതെന്ന്. അത് നമുക്കറിയാൻ പറ്റും കേട്ടോ. ഒരു വ്യൂ ഡ്യൂറേഷൻ നോക്കുമ്പോൾ ഏകദേശം അത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ വ്യൂ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായതുകൊണ്ടായിരിക്കും വീണ്ടും കാണാത്തത്. അപ്പോൾ പിന്നെ എന്തായാലും ഞാനും ഇനിയിപ്പോൾ ഈ വയ്യാത്തൊരു ടൈമിൽ എഫേർട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളായിട്ട് വരാം. താങ്ക് യു.